ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചെറിയ കുറച്ച് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഇതാണ് എൻ്റെ ഒരു തരം ഓറഞ്ച്. ഇതിനെന്തോ ചെറിയൊരു അസുഖം ഉണ്ടെന്ന് തോന്നണേ. കണ്ടോ, നോക്ക്, ഒരു പുഴു കണ്ടോ, ചാടണ പുഴു. ഇതാണോന്ന് തോന്നണം. ഇതിൻ്റെ മഞ്ഞളിപ്പിൻ്റെ രോഗമുണ്ട്. വളം അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഗ്രീനിഷ് കളറാവില്ല, എപ്പോഴും യെല്ലോയിഷ് കളറാവും ഇതിന്. പിന്നെ ഇതൊരു വെണ്ടത്തൈ ഞാനിവിടെ കുഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കടക്കിൽ മിളകും തൈ കുഴിച്ചിട്ടുണ്ട്. ഇത് ഒരു തരം മാവിൻ തൈയാണ്. ഇത് ചെറിയ കുഞ്ഞൊരു 3 നെല്ലിക്കര വലിപ്പം ഉണ്ടാവുന്ന ഒരു മാങ്ങയാണ്. ഇത് മുത്തുകുടിയൻ പറയുന്ന പോലത്തെ ബാംഗ്ലൂർ ഈ മാംഗോ സീസണിൽ വരണ ഒരു മാവിൻ്റെ തൈയാണത്. വളർന്നു വരുന്നുണ്ട്. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇതാണ് ഞങ്ങൾ കുഴിച്ചിട്ട ചോളം. ഇതേ ചോളം വളർന്നു 100 സീഡ്ലിങ്സ് വാങ്ങിച്ചു കൊടുന്നതാണ്. ഇതേ ഇപ്പം നല്ല ഭംഗിയിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെടി പോലും ഞങ്ങളുടെ മിസ് ഔട്ടായില്ല, എല്ലാം നന്നായിട്ടുണ്ട്. ഇത് റൊളീനിയ മരമാണ്. ഈ ആത്തച്ചക്കര വകുപ്പിലുള്ള മരമാണ്. അത്ര ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ അതിൻ്റെ പൂവിനൊക്കെ നല്ല വാസന. അധികം കേടൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ അത്യാവശ്യത്തിന് വെട്ടി ഒതുക്കി ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട്. ഇതാണ് സോമരായ കായമില്ലേ, അത് ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ നിപ്പിളിലാണ് കായം വരിക. ചെറിയ മണി പോലെ, കാക്കപ്പൊന്ന് പോലെ ഒരു സാധനം. പക്ഷേ നല്ല കായത്തിൻ്റെ മണമാണ്. ഇത് ആയുർവേദിക് മെഡിസിനിലാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് നമ്മുടെ വീവർ ബേർഡ് ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്കും കൂട്ടി തുന്നിയിട്ട് 2 മുട്ടയിട്ടുണ്ട്. പക്ഷേ അമ്മക്കിളീനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മാവ് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ 2 പൈനാപ്പിൾ ചെടി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകണം. ഇത് അടുത്തത് ഒരു ഹാസ് അവക്കാഡോ ആണ്. നല്ല പ്ലാന്റ്, നന്നായിട്ടൊരു 3 months ആയിട്ടുള്ളത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് ഇത്. പിന്നെ ഇതാണ് നമ്മുടെ പ്രിയൂര് മാങ്ങ. നമ്മൾ മണ്ണുത്തിന്ന് വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുന്നതാണ്. അത് പറഞ്ഞ പോലെ തന്നെ പ്രിയൂര് മാങ്ങ തന്നെയാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഒരു 2.5 years ആയിട്ടുണ്ട് ഈ മാവ് വെച്ചിട്ട്. നല്ല രീതിയിലുണ്ടായിട്ടുള്ള ഒരു മാവാണിത്. ഞങ്ങളുടെ ഡ്രാഗണെല്ലാം പൂവിട്ട് തുടങ്ങി. പടപടയെന്ന് പൂവിട്ടു. ഒരു ഡ്രാഗൺ ഫ്രൂട്ടായി. ആദ്യം ഫസ്റ്റ് ഫ്രൂട്ടാണിത്. പിന്നെ ഇതേ ഫ്ലവറിങ് എല്ലാം ആയി വരുന്നു. ഇത് നല്ലൊരു ഫ്ലവറാണ്. നൈറ്റാണ് വിരിയ. ഇതാണ് ഞാൻ പറഞ്ഞ സോമരാധ ആയുർവേദിക് മെഡിസിൻ